ഗൈസ് അങ്ങനെ രാവിലെ നമ്മൾ നമ്മുടെ സ്കൂട്ടർ സർവീസിന് കൊടുക്കാൻ പോകട്ടോ. സത്യം പറഞ്ഞാൽ സർവീസിൻ്റെ കാര്യമൊന്നും ഓർത്തില്ല. അപ്പോൾ ഇന്നലെ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ട് സർവീസിൻ്റെ സമയമാണെന്ന് പറഞ്ഞപ്പം എന്താ പറയണ്ടേ, അങ്ങനെ വണ്ടിയും കൊണ്ട് പോവാണ് രാവിലെ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉന്തിക്കൊണ്ട് പോകുന്നത് എന്താ വെച്ചാൽ മുറ്റത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അമ്പ് ഉറങ്ങും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവളെ ഉണരുമല്ലോ, അങ്ങനെ അവളുടെ ഉറക്കം കളയാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉന്തി വേണ്ട കുറച്ചും ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. 8 മണിക്ക് സർവീസിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. 8 മണിക്ക് ഇന്നലെ ഞാൻ പൊന്നായിട്ട് പറഞ്ഞ് കറക്റ്റ് 8 മണിയാകുമ്പോൾ തന്നെ കൊണ്ട് വണ്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി ഗൈസ്. അവള് പിന്നെ എന്നെ ചവിട്ടി എണീപ്പിച്ചു ഗൈസ്, ചവിട്ടി എണീപ്പിച്ചു. ഇനി വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വണ്ടിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. സർവീസ് ചെയ്യണം, പിന്നെ ബ്രേക്ക് ഒന്ന് സെറ്റ് ആക്കാറുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ വണ്ടി സർവീസിന് കൊടുത്തു. വണ്ടിക്ക് വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണം, പിന്നെ അങ്ങനെ ചെറിയ കുറച്ച് പരിപാടീസ്. അപ്പോൾ വണ്ടി കൊടുത്തിട്ട് ഞാൻ നേരെ നടന്ന് വീട്ടിൽ പോവാണ് ഗൈസ്. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ സർവീസ് സെൻറ്ററിലോട്ട്, അതായത് ഷോറൂമിലോട്ട്. ഇനി വീട്ടിൽ പോയിട്ട് വേണം, കുറച്ച് പരിപാടീസ് ഉണ്ട് ഗൈസ്. വീട്ടിൽ പോയിട്ട് ഇനി പൊന്നായും കൂട്ടി അമ്പുവിനെ എടുത്ത് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അമ്പുവിനെ നോക്കി, അമ്പുവിന്റെ ഉടുപ്പ് നോക്കി. ഇത് എന്താ അമ്പ് വൈറ്റ് കോളർ ജോബിലാ ഇപ്പൊ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അമ്പുവിനെ ഫുള്ള് കാണിച്ചേ. അമ്മനെ ഫുള്ള് കാണിക്കാൻ അമ്പ് നിക്കോ? അമ്പു അമ്പ് കിട്ടാ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്. എവിടെ പോവാ അമ്പുഷ? എവിടെ പോവാടാ? അമ്പു കിട്ടാ മമ്മായി അമ്പും കൂടെ എവിടെ പോവാ? അമ്പു, നിന്റെ പപ്പ പറഞ്ഞതാ 8 മണി വരെ സമയം ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങുമെന്ന്. ഇപ്പൊ സമയം എന്തായി? ഞാൻ രാവിലെ ഉറക്കത്തിൽ നോക്കിയപ്പോ എന്റെ പുറത്ത് എന്തോ 2 വന്ന് വീണ്. പിന്നെ നോക്കുമ്പോ എന്നെ ആരോ ചവിട്ടി എണീപ്പിച്ച പോലെ തോന്നുന്നില്ല. ഞാൻ ആദ്യം 2 തലയണ എടുത്ത് എറിഞ്ഞു, നിങ്ങൾ എണ്ണീറ്റില്ല. 3ാമത് ഞാൻ ഒരു തലയണ നീട്ടി പിടിച്ച് അടിച്ചോണ്ടിരുന്നതാ. സത്യം പറയല്ല, ചവിട്ടിയതല്ല, എണ്ണിപ്പിക്കാൻ വേണ്ടി. വണ്ടി കൊണ്ട് കൊടുത്ത ഒത്തിരി ലേറ്റ് ആയിട്ടോ. സ്കൂട്ടർ കൊണ്ട് കൊടുത്തപ്പം 5 മണിക്ക് ചെല്ലാനാ പറഞ്ഞേ. 5 മണിക്കോ? വൈകിട്ടോ? വൈകിട്ട് 5 മണിക്ക് അതല്ല, 8 മണിക്ക് സർവീസിന് വേണ്ടിട്ട് സ്കൂട്ടർ 8 മണിക്ക് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചത് 7:45. എന്തായാലും പെട്ടെന്ന് എണ്ണീറ്റ് പോയിട്ട് എപ്പോഴാ വന്നേ? ഞാൻ വന്നത് ഏകദേശം 10 മണിയായി. 10 അല്ല, അതും കഴിഞ്ഞ്. അപ്പൊ അതിൽ കൂടുതലായി. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ പോയത് കണ്ണൊന്നും കാണുന്നില്ല. കാരണം ഉറക്കത്തിൽ എനിക്ക് മുഖം കഴിയും പല്ലും തേച്ച് മാത്രമായിട്ട് പോയി. അതാണ് എനിക്കൊന്നും കണ്ണൊന്നും കാണുന്നില്ല. നല്ലൊക്കെ തേച്ചേട്ടാ. ഇപ്പൊ സമയം എന്തോയി? ഇപ്പൊ സമയം ഉച്ചക്ക് പോയിട്ട് ഉച്ചക്ക് തിരിച്ചു വാച്ച് കിടക്കണം. സമയം എന്തോ? ഇത് ഓടാത്ത വാച്ചാണല്ലോ, ഷോ ആണല്ലോ, ഷോ. അമ്പുക്കുട്ട അമ്പൂടെ എന്ത് ഗൈസ്. അപ്പൊ വേണ്ട നമ്മള് വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പുറത്തിറങ്ങി ഗൈസ്. അപ്പൊ നമ്മൾ എവിടെ പോവാണ് സുഹൃത്തുക്കളെ? എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ വന്നു. എവിടെയെങ്കിലും കൊണ്ടുപോവാ, വയറ് നിറച്ച് മേടിച്ചു തരാം, കുടിക്കുക, തിരിച്ചു വരാം. എന്റെ പൊന്നാക്കി ഇത് മാത്രം ഓർമ്മയുള്ളൂ ഗൈസ്. നമ്മൾ അടൂർ വരെ പോകട്ടോ. അടൂര് കുറച്ച് സ്ഥലങ്ങളിൽ പോകണം, കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് ഗൈസ്. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്കൊന്ന് മാക്സിലൊന്ന് കേറണം. എന്തിനാ? അപ്പുവിന്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 4-ാം തീയതി. അപ്പൊ നമ്മള് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണല്ലേ അമ്മട്ടാ? ഇല്ലേ, അമ്മന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? ഞാൻ വിചാരിച്ച എന്താ അറിയോ, ഞാൻ വിചാരിച്ച് പൊന്നെ കൊണ്ടായിട്ട് കുറച്ച് സർപ്രൈസ് ഒക്കെ ചെയ്യിക്കാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് സർപ്രൈസിന്റെ ആവശ്യം. സർപ്രൈസ് ആദ്യം പറയുന്നത് എന്നോട്, പിന്നെ സർപ്രൈസ് ആവുമല്ലേ? അപ്പൊ പിന്നെ പൊന്നാക്ക് സർപ്രൈസിന്റെ ആവശ്യമൊന്നുമില്ല അല്ലയോ? തിരക്കൊന്നുമില്ല. നമുക്ക് കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഗൈസ്, ഈ അടുത്ത് തന്നെ 4-ാം തീയതി. നമ്മള് കേക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഷാനുവിന്റെ അത്തച്ചി പോകുന്നുണ്ടോ? വേണ്ടേ? അപ്പൊ എല്ലാരും ഓർക്കും എന്തുകൊണ്ട് വിളിച്ചിട്ട് വണ്ടി നിർത്തിയില്ല, അല്ല വണ്ടി നിർത്തിട്ട് എന്തുകൊണ്ട് വിളിച്ചില്ല അത്. അപ്പൊ അത്തച്ചിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. ചുമ്മാ നമുക്ക് പെട്ടെന്ന് പോകണ്ട. കാരണം ഇന്ന് തീർക്കേണ്ട ഒത്തിരി ലേറ്റ് ആണെന്ന് വെച്ചാൽ ശരിക്കും
ശരിക്കും ലേറ്റ് ആയി. നമ്മൾ ചെല്ലുമ്പോ തന്നെ നട്ടിച്ചോ. പിന്നെ പൊന്നേക്കാണെ കുറെ കാര്യങ്ങളുണ്ട് അടൂര് ചെയ്യാൻ വേണ്ടിട്ട്. കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പൊ അത് നാളത്തേക്ക് വെക്കാൻ പറ്റാഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ഒരു സമയമാവും. അതെ നമ്മളിന്ന് രാത്രിയാവും തിരിച്ച് വീട്ടിൽ വരാൻ. പിന്നെ അതുപോലെ നമ്മുടെ വീടിന് നിയറസ്റ്റ് ഇവിടെ സർക്കസ് വന്നിട്ടുണ്ട് ഗൈസ്. ജെമിനി സർക്കസ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ? ഒരു 100-150 മീറ്റർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ കേട്ട് വന്നിട്ടില്ല. വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. നമ്മള് വരണ്ട എന്ന് വിചാരിച്ചു വരാഞ്ഞതാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പം തിരിച്ച് വീട്ടിൽ പോയതിനു ശേഷം ഞാൻ പറഞ്ഞു എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. ഹായ് അമ്പു, നമ്മൾ എവിടെ പോവാ? ഹായ് പറ. നമ്മുടെ സ്റ്റേറ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ല ഭയങ്കരമായിട്ട് പുരോഗമിക്കാൻ പോവാ, മാറാൻ പോവാ. എല്ലാവർക്കും പുച്ഛായിരുന്നു പത്തനംതിട്ട എന്ന് പറയുമ്പോ എല്ലാവർക്കും പുച്ഛായിരുന്നു. ഇപ്പൊ നോക്കിയോ നമ്മുടെ പത്തനംതിട്ട ഫ്ലൈ ഓവറും അതുപോലെ തന്നെ കിടിക്കാച്ചി ഒരു സ്റ്റേഡിയം. ഇയാളുടെ ഹായ് കഴിഞ്ഞില്ലേ അവിടെ? കിടിക്കാച്ചി ഒരു സ്റ്റേഡിയം ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ ഇപ്പൊ എന്നാ രാജകുമാരി വന്നിട്ടുണ്ട്. രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് 2-ാം തീയതി ഉദ്ഘാടനം. എന്നെ കാണാൻ കൊണ്ടുപോകത്തില്ല വന്നാ? ഞാൻ പോവും. ഞാനും മുമ്പ് എന്തായാലും പോവും. മഹിമയാ വരുന്നേ. മഹിമയെ കാണാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. മഹിമ വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ ഒരാൾ പറഞ്ഞു ഉദ്ഘാടനത്തിന് പോകണമെന്ന്. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ എങ്ങനെ കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി ട്രൈ ചെയ്യാം. പറ്റത്തില്ലെങ്കിൽ തിരിച്ചു പോരാലോ. നമ്മുടെ അടുത്ത് വരുമല്ലേ. അങ്ങനെ ഉദ്ഘാടനങ്ങൾ ഒന്നും വരുമ്പോ ഞാൻ പോവാറേ ഇല്ല. അപ്പൊ ഹായ് കഴിഞ്ഞില്ലേ അപ്പൊ 2-ാം തീയതി രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം നമ്മുടെ പത്തനംതിട്ട KSRTCയുടെ നേരെ ഓപ്പോസിറ്റ്. പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞ. അപ്പൊ മഹിമ വരുന്നു, മഹിമയൊന്ന് കാണണമെന്നുണ്ട്. പൊന്നെ എന്നെ കൊണ്ടുപോകും. എന്റെ പൊന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. എന്റെ ചക്കര മുത്തല്ലേ. അമ്മു ഹായ് പറ. ഹായ് പറ. ടാറ്റ പറ. കായല്ല ടാറ്റ പറ. ടാറ്റ ബൈ ബൈ. നമ്മൾ എവിടെ എത്തി വന്ന? അങ്ങനെ എല്ലാം പരിപാടികളും കഴിഞ്ഞ് നമ്മളുടെ മാക്സിലെത്തി. മാക്സിന്റെ കുഴിക്കകത്ത് നമ്മള് വണ്ടി ഇടാൻ. മാക്സിന്റെ കുഴിക്കകത്തോ? ഇതിനിടയിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടായിരുന്നു അല്ലേ? ഫസ്റ്റ് ടൈം ആട്ടോ മാക്സി വരുന്നത്. അതെ, അവിടെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മള് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടു. എവിടെ കൊണ്ടുവന്നിട്ടു? ഇവിടെ. അപ്പൊ അങ്ങനെ ഞങ്ങളെ മാക്സിൽ കൊണ്ടുവന്നു. മാക്സിൽ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മള് മാക്സിൽ വന്നതിനാണ്. മാക്സി എടുക്കാനാണോ മാക്സിൽ വന്നത്? എന്തായാലും എനിക്കൊന്നും എടുത്ത് തരുന്നുണ്ടായിരിക്കത്തില്ലായിരിക്കല്ലേ? നിനക്കൊന്നുമില്ല. അമ്പൂപ്പ വരുന്നില്ലയോ? അമ്പ് വരുന്നുണ്ട്. ഒത്തിരി ലേറ്റ് ആയിപ്പോ നമ്മൾ ഇറങ്ങിയപ്പോഴേ. നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം ഇച്ചിരി ചടങ്ങായിരുന്നു. അത് എത്ര ലേറ്റ് ആയിപ്പോ. ഞങ്ങള് അമ്പുവിനെ കുക്ക് മേടിച്ചാൻ പോകാനുള്ള. ഇതിപ്പോ അമ്പുവിന്റെ വായിക്കത്ത് കയറിയല്ലോ. എലിഫന്റ് എങ്ങനെ കരയുന്നേ? എലിഫന്റ് എങ്ങനെ കരയുന്നോ? എലിഫന്റ് എങ്ങനെ? ഞങ്ങക്ക് അതിനുള്ളതൊന്നും മൂടില്ല കേട്ടോ. അപ്പൊ അതേ നമ്മള് വണ്ടി എങ്ങനെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം മാക്സിൽ കയറാൻ പോവാണ്. നല്ല അടിപൊളി അടാറ് വെയില്. ഞാൻ ടർക്കി പോലും എടുത്തില്ല. ഓടിക്കും 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 ഓടിക്കും. അമ്മായി ഗൈസ് അങ്ങനെ മാക്സിൽ വന്ന് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി ഗൈസ്. പിന്നെ എന്തെടുക്കാൻ പോവാ? എല്ലാം അങ്ങ് നോക്കുക, എന്നിട്ട് അമ്പൂന്റെ ഒരു എടുപ്പെടുത്തിട്ട് ഇറങ്ങണം. അമ്പൂതാ. ഓ, അമ്പൂന്റെ കണ്ണ് ഇവിടെ ഉടക്കി കേട്ടാ ഗൈസ്. നമ്മൾ വേണ്ടേ ഞാനും അമ്പും കൂടെ ഈ ഒരു മങ്കിയും ഈ ഒരു എലിഫന്റിനെയും ബുക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അമ്പു വേറെ അമ്പനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഇതല്ലേ ഇഷ്ടപ്പെട്ടെ? ഓ, ഇത് വാല് നോക്ക് അമ്പൂട്ടി.
നമുക്കിട്ടാ ഇത് വേണ്ട, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. നമുക്ക് വേണ്ട. നോ 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 നോ. മേടിച്ചേരും കുഞ്ഞിന് മേടിച്ചേരും. അമ്മയുടെ കയ്യിലെന്താ തേക്കാൻ? വിടുന്നില്ല. അമ്മയുടെ കയ്യിലെന്താ കാണിച്ചേ? അമ്മ ഒരു സ്കിരലിനെ പിടിച്ചല്ലേ അമ്മ? അമ്പു പപ്പ എവിടെ? വിളിക്ക് പപ്പായെ. പപ്പ പപ്പ. ആ ഫോണി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഫോണിൽ വേറെ ഇതിലാ കാണുന്നത് കേട്ടോ. ഫോണിൽ കാണുന്ന വേറെ. പൊളി പൊളി പൊളി. എന്റെ സെലക്ഷൻ എങ്ങനെ മോശമാകാൻ? അപ്പൊ ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണ്. സൂപ്പർ പറ. പപ്പ പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. നിങ്ങൾ പർച്ചേസ് കഴിഞ്ഞാ? നിങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞാകുമ്പോ നിങ്ങൾ എനിക്കൊന്നും മേടിച്ചെന്നില്ലല്ലോ. നിങ്ങൾ എനിക്കൊന്നും മേടിച്ചെന്നില്ല. വരാനോ? ഞാൻ വരുന്നില്ല, നീ പൊക്കോ. ഞാൻ ഇവിടെ നിൽക്കുവാ. നെക്സ്റ്റ് ഷോപ്പിലേക്ക് കയറാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇവിടെ വൻപിച്ച ക്യൂ ആണ്. എനിക്ക് ഇവിടുന്ന് 2 ഫ്രണ്ട്സിനെ കിട്ടി. ഒരാള് പത്തനംതിട്ട പന്തളം, ഒരാള് തിരുവനന്തപുരം. ഇനി നമ്മൾ മാക്സ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുതലല്ല കേസ്. അതുകൊണ്ട് ഞാൻ നാട് വിടുവാ. നമ്മൾ വേണ്ട ചെറുതായിട്ട് കുറച്ചൊന്ന് പർച്ചേസ് ചെയ്ത് കേസ്. പക്ഷെ നമ്മൾ വന്ന മെയിൻ കാര്യം അമ്പുവിന് വേണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. പക്ഷെ അമ്പുവിന് പറ്റിയ ഒന്നും എടുത്തിട്ടില്ല. അമ്പൂനൊരു സ്ക്യൂരൽ മാത്രം എടുത്തല്ലേ അമ്പു? അമ്പൂനൊന്നും കിട്ടിയില്ല കൈസ്. അമ്പു കടിച്ച് ചവച്ച് തിന്ന്. അപ്പൊ ഇനി അമ്പുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് ഇനി പോപ്പീസിൽ കയറാം. ഗൈസ് നമ്മള് ഒരബദ്ധം പറ്റിയാണ്. നമുക്ക് മാക്സിന് നേരെ ഓപ്പോസിറ്റ് പോപ്പീസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പോപ്പീസ് തപ്പി കറന്നിട്ട് മാക്സിന്റെ ഫ്രണ്ടിൽ പോപ്പീസ് ഇല്ലായിരുന്നു ഗൈസ്. എന്നാണ് ബേബി ഹഗ് ആണോ മാക്സിന്റെ ഫ്രണ്ടിൽ? അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് പത്തനംതിട്ട ഇറങ്ങിയിട്ട് പറ്റുവാണെങ്കിൽ ഇന്ന് സമയം ഉണ്ടെങ്കിൽ 5 മണിക്ക് വണ്ടി എടുക്കാൻ പോകണം. 5 മണിക്ക് വണ്ടി എടുക്കാൻ പോകണം. ഇപ്പൊ ഏകദേശം 4 മണി കഴിഞ്ഞു. ഒരു 5:30 ആകുമ്പോഴത്തേക്കാണ് വണ്ടി എടുക്കാൻ പോകേണ്ടത്. നമ്മൾ ഇനി ഇവിടുന്ന് പോയി പോപ്പീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആകും. അങ്ങനെ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നാളെ പോപ്പീസ്, നാളെ രാവിലെ പോപ്പീസിലേക്ക് പോകാം. കാരണം വണ്ടിയും കൊണ്ട് എടുക്കേണ്ട. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറ്റിയെന്ന് പറയാം. അവർക്ക് എന്താ പറ്റിയെന്നറിയോ? എന്താ ഞാൻ ഉറങ്ങിപ്പോയി. അത് കാരണം ഒത്തിരി ലേറ്റ് ആയി. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് താമസിച്ചു. അത് നിങ്ങൾ പോയിട്ട് വരാൻ ഒരുപാട് താമസിച്ചു. ഞങ്ങൾ എത്ര നേരം ഒരുങ്ങി വെയിറ്റ് ചെയ്തു. അത് ഞാൻ താമസിച്ച് വരാൻ ലേറ്റ് ആയത്. ഞാൻ ചെന്നപ്പോഴത്തേനും അവിടെ മൊത്തം വണ്ടികളായി ഗൈസ്. അപ്പം വിശന്ന് കുടലൊക്കെ കരിഞ്ഞു തുടങ്ങി ഗൈസ്. അത് കാരണം നമ്മൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇനി നിലനിൽപ്പില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല. ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഞങ്ങളൊന്നും എവിടെയും പോവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കഴിപ്പില്ല കുടിപ്പില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ രാവിലെ കഴിക്കാത്തതുകൊണ്ട് പൊന്നായിക്ക് ഒട്ടകത്തിനെ മേടിച്ചിരുന്നു. ഒട്ടക ബിരിയാണി, ക്യാമറ ബിരിയാണിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ആരും കേക്കണ്ട. അപ്പൊ നമ്മൾ രണ്ട് ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് നമുക്ക് നേരെ പത്തനംതിട്ടയ്ക്ക് പോകാം. ബിരിയാണി പറഞ്ഞിട്ടില്ല. പാനടിപ്പിച്ചിരുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓർഡർ വന്നില്ല. പോയി പറഞ്ഞിട്ട് വാ, അല്ലെങ്കിൽ പുള്ളി നമ്മളെ മറന്നുപോയി. ഫ്ലോപ്പോട് ഫ്ലോപ്പ്, ഫ്ലോപ്പേ ഫ്ലോപ്പ്. ഞാൻ ബീഫ് ബിരിയാണി പറഞ്ഞു പോയി എല്ലാം എസ് മൂളി ഓക്കെ പറഞ്ഞിട്ട് വന്നത്. എന്നിട്ട് ഇപ്പൊ പറയാം ബീഫ് ബിരിയാണി ഇല്ല. ചിക്കൻ ബിരിയാണിയും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും രണ്ടും തമ്മിലത്തെ വ്യത്യാസം പറഞ്ഞാൽ റൈസിൽ വ്യത്യാസം അല്ലേ? ചെറിയ റൈസ്. അപ്പൊ നമ്മള് 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു ഗൈസ്. നമുക്കിനി ലേറ്റ് ആവാൻ നമുക്കിനി ടൈമില്ല. നമുക്കിനി പത്തനംതിട്ടയ്ക്ക് പോകും ഗൈസ്. അങ്ങനെ നമ്മൾ അടൂരിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മളൊന്നും നോക്കില്ല, നേരെ വീട്ടിൽ വന്നു ഗൈസ്. കാരണം വണ്ടി 5 മണിക്ക് എടുക്കണമായിരുന്നു. വളരെ ധൃതി വെച്ച് നമ്മൾ വീട്ടിലെത്തി. വേറൊന്നുമല്ല, നമുക്ക് വണ്ടി എടുക്കണമായിരുന്നു ഗൈസ്.
ഷോറൂം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി എടുക്കണം ഇതൊക്കെ. ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പൊ അത് കാരണം നമ്മൾ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്പൂന്റെയും ഡ്രസ്സ് അത്ര നേരം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി. ഗൈസ് അപ്പൊ ഇനി ഓഫീസിൽ പോയിട്ട് അമ്പൂന് എന്തെങ്കിലും എടുക്കണം. നമ്മൾ രാവിലെ പോയിട്ട് ഇത്ര നേരം കിടന്ന് അലഞ്ഞിട്ട് നമുക്ക് അമ്പൂന് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് തിരക്കുന്നുണ്ടാ കിട്ടാത്ത. നമ്മൾ ഉദ്ദേശിച്ച കളർ തീം കിട്ടിയില്ല ഗൈസ്. നമ്മളങ്ങനെ മാക്സിമം ട്രെൻഡിലെല്ലാം കയറി നോക്കി, പക്ഷെ അമ്പൂന് പറ്റുമൊന്നും കിട്ടിയില്ല. അങ്ങനെ അമ്പൂന് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോന്നു. ആ വിഷമം മൊത്തം തീർത്ത പപ്പ എടുത്ത്, എനിക്ക് എന്തെങ്കിലും എടുത്തു തന്നോ അതും ഇല്ല. പക്ഷെ നമുക്ക് നേരെ ഓഫീസിലോട്ട് പോകാം കേട്ടോ. നമ്മളങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏതെങ്കിലും അമ്പൂസിന് പറ്റിയ അടിപൊളി ഒരു സാധനം നമുക്ക് എടുക്കണം. നമ്മൾ എടുത്തേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണ് വൈറ്റ്, ആ ഒരു കോമ്പിനേഷൻ അല്ലയോ, ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ്. അപ്പം ആ ഒരു കളർ തീം കിട്ടുന്ന നല്ലൊരു ഡ്രസ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കയറി നോക്കാം. ഗൈസ് ഡ്രസ്സ് എടുക്കാൻ വന്ന അമ്പുവിനെ ഇപ്പൊ പിടിച്ചേക്കുന്ന ഡ്രസ്സല്ല. അമ്പു എന്താ വേണ്ടേ? ബബ്ബു വേണ്ടേ? ഇത് വേണോ? അതെന്തു അത്? ഇങ്ങോട്ട് നോക്കി, പപ്പായ നോക്കി, അതെന്തു അത്? വേണ അത് വേണോ? ഏതാ അത്? മേടിച്ചാട്ടെ. വലിക്കല് മേടിച്ചുതരാം. ഗൈസ് അമ്പു ആള് മാറിയിട്ടുണ്ട്. അമ്പുനിപ്പോ ടോയ് വേണം. നമ്മ ഡ്രസ് നോക്കട്ടെ. പിടിച്ചോ അമ്പുനെ പിടിച്ചോ. അമ്പൂന് ഡ്രസ് ഇട്ട് നോക്കട്ടോ, ഓക്കെ ആണോ? ഓഫീസിലെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ വേണ്ട ഓഫീസിൽ നമ്മൾ സാധനം മേടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അമ്പുന്റെ കയ്യിൽ നോക്കി. അമ്പുവെ നേരത്തെ അമ്പുന് എവിടെയും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ടോയ് കാണുന്ന ഇഷ്ടം എന്നുള്ള പരിപാടിയല്ലായിരുന്നു. ഇപ്പൊ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും ടോയ് സെക്ഷനില്ല. അമ്പു വേണ്ട കള്ള നോട്ടം കണ്ട അമ്പു. ഇതെന്തോ ആരത്? ക്യാറ്റ്. അപ്പൊ നമുക്കിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് സോണിയും കൂടെ ഒന്ന് പിക്ക് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് സോണിയും പിക്ക് ചെയ്ത് നമുക്കൊന്ന് അലങ്കാരി പോകണം. വീട്ടിലെ പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് പോയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ല. അപ്പൊ നേരെ നമ്മൾ അലങ്കാരിൽ പോയി കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും ഗൈസ്. നമ്മൾ അങ്ങനെ അലങ്കാരിലും പോയി സോണിയും പിക്ക് ചെയ്തു. സോണി എന്തോ പറ്റി? കണ്ണടിച്ച് പോന്ന ഫ്ലാഷ് ടൈപ്പ് കാണത്തില്ലല്ലോ. തെണ്ടി വീട്ടിലെത്താറായി. തെണ്ടി തിരിഞ്ഞ എന്നാ മുന്നാ നീ പറയുന്നത്? നമ്മള് വീട് എത്താറായിട്ടോ. വണ്ടിക്കകത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് അമ്പു ഉറങ്ങി. ശരി, അങ്ങനെ സാധനം ഉണ്ടായിരുന്നില്ലേ? പറയുന്നല്ലേ ഇന്നത്തെ വീഡിയോ എത്ര ഇനിയോ അവിടെ പോകാനുണ്ടോ? ഇനി എനിക്ക് വയ്യ, ഞാനില്ലേ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക്കും ഗൈസ്. അപ്പോൾ ബൈ.